റംസാനൊക്കെ ഏകദേശം ഇവിടെ അടുത്ത് തുടങ്ങിയില്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് അധികം ഓയിലൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്കായിട്ട് നമ്മൾ മാവ് കുഴച്ച് പരത്തിയൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഷീറ്റും കൂടെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാണുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ബട്ടർ ഇപ്പോൾ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ബ്രൗൺ കളറൊന്നും ആവണ്ടേ, എന്നാലും നന്നായിട്ടൊന്ന് വഴന്ന് വരും വേണം. അതുവരെ ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ വെളുത്തുള്ളിക്ക് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. ഞാൻ അതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 250 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ബട്ടറിൽ കുറച്ച് ടൈം ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയിട്ടെടുക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം തള്ളിയിട്ട് വരും കേട്ടോ. ആ ചിക്കനിൽ നിന്ന് ഇങ്ങനെ വെള്ളം തള്ളി വരും. കുറച്ച് ടൈം ആ ഒരു ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വെള്ളം തള്ളി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കുരുമുളക് പൊടി കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബട്ടർ അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. സോൾട്ടുള്ള ബട്ടറാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് കുറച്ച് ടൈം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും തന്നെ പെട്ടെന്ന് ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ. ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതല്ലേ. എന്നാലും ഇടയ്ക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുകൊണ്ട് ആ ഒരു ബട്ടറൊക്കെ ഇടുന്നിട്ട് ഏകദേശം ഇങ്ങനെ ചിക്കനൊന്ന് ഫ്രൈ ആയ പോലെ ഉണ്ട് കേട്ടോ. അല്ല, ഈ ഒരു രീതിയിൽ വേണം നമ്മളൊന്ന് ചിക്കൻ ആക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അധികം എരിവില്ലാത്തതുകൊണ്ട് ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് സ്വീറ്റ് കോണും അതുപോലെ തന്നെ ഗ്രീൻ പീസും കൂടി, രണ്ടും കൂടെ 1 കപ്പാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ കുറച്ച് ടൈം നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നാൽ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ആ ഒരു പീസിലും അതുപോലെ തന്നെ സ്വീറ്റ് കോണിലും അതുപോലെ തന്നെ ആ ഒരു ക്യാപ്സിക്കത്തിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് ടൈം ഒന്ന് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഫില്ലിങ്സിന് ഉണ്ടാവുക. നമ്മൾ ഈ ഒരു ഗ്രീൻ പീസും അതുപോലെ സ്വീറ്റ് കോണൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഞാനൊരു 3 ടേബിൾ സ്പൂൺ കണ്ടിട്ട് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടൈം ഇതുപോലെ തന്നെ വെക്കട്ടെ. ഫുള്ളായിട്ട് ഇങ്ങനെ ചൂട് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യം കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏത് ചീസാണ് നമുക്ക് അതിൽ ഏത് ചീസാണുള്ളത് വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പിസയുടെ ചീസാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടിട്ട് മയോണൈസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ചീസിൻ്റെയും ഈ ഒരു മയോണൈസിൻ്റെയും ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്സിന് ഉണ്ടാവുക. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊരു സൈഡിലോട്ടങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഫില്ലിങ്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്കുള്ള ഷീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കണ്ടിട്ട് മല്ലിയിലൊന്ന് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 കോഴിമുട്ടയാണ് കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒന്നിച്ചങ്ങ് ഒഴിച്ച് കൊടുക്കാണ്ട് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പതുക്കെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി.
നമുക്ക് ഈ മാവ് നല്ല ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത്, വല്ലാണ്ട് അങ്ങ് തിക്ക് പാടില്ല, നല്ല ലൂസായിട്ടാണ് നമുക്ക് ഇതിലേക്കുള്ള ഷീറ്റ് വേണ്ടത്. ഇത് നമ്മൾ ഒരിക്കലും ചപ്പാത്തി അതുപോലെ നമ്മൾ കുറച്ച് കട്ടിക്ക് പരത്തിയിട്ട് നമ്മൾ ചുട്ടെടുക്കുമല്ലോ, അങ്ങനെ ചെയ്തെടുക്കണേക്കാട്ടിലും നല്ലത്, പരത്തിയെടുക്കണേക്കാട്ടിലും നല്ലത് ഇതുപോലെ ഷീറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും നമുക്ക് കഴിക്കുമ്പോൾ, ആ ഒരു ഹാർഡ് വരാൻ പാടില്ല ഒരിക്കലും. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാല് ഫുള്ളായിട്ട് ഞാൻ അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി എടുക്കാം കേട്ടോ. 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതും കൂടെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ മാവാക്കി എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത്. ഈ ഒരു തിക്നെസ്സിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ചുട്ടെടുക്കാൻ ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സൈസിനനുസരിച്ചിട്ട് ചെറിയ ടൈപ്പ് പാൻ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം ആക്കിയെടുക്കാൻ, വല്ലാണ്ട് അങ്ങ് ചൂടാക്കി എടുക്കരുത് കേട്ടോ. അതിലേക്ക് ഒരു തവിൻ്റെ അടുത്ത് കണ്ടിട്ട് കേട്ടോ, ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ അടുത്ത് കണ്ട് മാവ് എടുത്തിട്ട് പെട്ടെന്ന് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുക്കുക കേട്ടോ. നല്ല തിന്നായിട്ട് ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ. നല്ല നൈസായിട്ടുള്ള പത്തിരി ആയിട്ടാണ് കേട്ടോ വേണ്ടത്. അതങ്ങ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുത്താൽ മതി. ഈ ഫ്ലെയിം കൂട്ടിയിടണ്ട, ആ സിമ്മിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇതുപോലെ സെറ്റായിട്ട് വന്നാൽ നമുക്ക് പതുക്കെ ഇതിൽ നിന്ന് അങ്ങ് എടുത്തിട്ട് അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഭാഗം കൂടി ഒന്നാക്കി എടുക്കുക കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ലൂസാക്കി എടുത്താലേ നമുക്ക് തന്നെ നൈസായിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷീറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല നൈസായിട്ടുള്ള ഷീറ്റാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ നെതിലടിക്കുന്ന ടൈപ്പിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ അങ്ങ് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇത് ആ ഒരു മാവ് വെച്ച് ഞാനിവിടെ ഒരു 8 ഷീറ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല തിന്നായിട്ടുള്ള ഷീറ്റാക്കിയിട്ടാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് വെക്കാം കേട്ടോ. ആ ഒരു മുകൾ ഭാഗം ഇങ്ങനെ താഴോട്ടാക്കിയിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ചെടുക്കാം. പിന്നെ കുറച്ച് മൈദയുടെ പേസ്റ്റും കൂടെ വേണം കേട്ടോ. ഇനി ഫില്ലിങ്സ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ ചീസിൻ്റെ സ്ലൈസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മൈദയുടെ പേസ്റ്റ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക. ആണല്ലേ, താഴ്ഭാഗത്ത് ഇങ്ങനെ കൂർത്തിട്ട് വേണം കേട്ടോ കിട്ടാൻ. ആണല്ലേ, ഇനി ജസ്റ്റ് ഈ ഭാഗത്ത് നിന്ന് പതുക്കെ ഇതുപോലെ അങ്ങ് മുകൾ ഭാഗത്തോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ 2 സൈഡിലുമായിട്ട് ഇതുപോലെ മൈദയുടെ പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറഞ്ഞ അളവിൽ മതി, അതിലിങ്ങനെ ജസ്റ്റ് ഒട്ടി നിൽക്കണം എന്നുള്ളൂ, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഈ ഭാഗത്തുനിന്ന് മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുനിന്നും ഇതുപോലെ ചെയ്തെടുക്കുക. 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ഒരു സമൂസ ആ ഒരു ഷേപ്പാണ് കേട്ടോ അത് കിട്ടുക. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 8 പീസാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മളെങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ കണ്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാനിലേക്ക്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വന്നാൽ ഇനി ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം എന്നൊട്ടും നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അതിനാകുമ്പോൾ ഒട്ടും ഓയിൽ ഇല്ലാണ്ട് തന്നെ കിട്ടും. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഞാൻ എയർ ഫ്രയറും അതുപോലെ ഓവനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ രീതിയിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. താഴ്ഭാഗത്ത് ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വന്നാൽ നമുക്കിതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്ന പോലെ അങ്ങനെ ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ വെച്ചാൽ ഓൾറെഡി എല്ലാം ഇത് കുക്കായിട്ട് വന്നിട്ടുള്ളതാണ്. ജസ്റ്റ് നമ്മൾ അതൊന്ന് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്തു എന്നുള്ളൂ കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നല്ല ചീസി ആയിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ വേറെയുള്ള സ്നാക്സിനെക്കാട്ടിലൊക്കെ ഇപ്പോൾ ഇതെനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ട് അത് ഉണ്ടാക്കി കഴിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു ഷീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ നല്ല സുഖമാണ്. ആ ഒരു ടേസ്റ്റ് നല്ലൊരു ചീസി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ പതുക്കെ അതിൽ നിന്ന് അങ്ങ് കോരിയിട്ട് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചീസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അല്ലേ, കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ചീസി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.